ഉണർന്നതിന് ശേഷം രാവിലെ ഉണർന്നതിന് ശേഷം മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് മദീനയുടെ പൂന്തോപ്പിലേക്ക് ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലിയിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാന്. ഏത് സ്വലാത്താണ് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ മദ്രസയിൽ നിന്ന് ചൊല്ലുന്ന സ്വലാത്തുകളുണ്ട്, നമ്മുടെ പള്ളികളിൽ നിന്ന് കേൾക്കുന്ന സ്വലാത്തുകളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്താണെങ്കിലും ശരി, ഒരു 10 സ്വലാത്തെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകർ ഹബീബ് സയ്യിദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ചൊല്ലിയിട്ടാവണം എന്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ നമ്മുടെ ജീവിതം തുടങ്ങേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു 33 സ്വലാത്തെങ്കിലും ചൊല്ലാത്ത ഒരു ദിവസവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല. അങ്ങനെ 33 സ്വലാത്തെങ്കിലും ചൊല്ലിയത് അള്ളാന്റെ ഹബീബിന്റെ പേരിൽ നമ്മൾ ചൊല്ലി അതങ്ങ് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ശഫാഅത്തിന് ആ നേതാവ് മുൻകൈയെടുക്കുമെന്ന കാര്യത്തില് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആറടി മണ്ണിന്റെ അകത്തടങ്ങളിൽ ആപതിച്ചു പോകുമ്പോൾ, എല്ലാവരും വിട്ടെറിഞ്ഞുകൊണ്ട് നമ്മെ അവർ തനിച്ചാക്കിക്കൊണ്ട് തിരിച്ചു പോരുമ്പോൾ, ആ ആറടി മണ്ണിന്റെ അകത്തടങ്ങളിൽ കൂരാകൂരിരുട്ടിന് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് തുണയായിട്ട് കടന്നു വരണോ? ഹബീബിനോടുള്ള സ്നേഹം നമ്മൾ മുറുകെ പിടിക്കണം, സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.